അടുത്ത ചോദ്യം, എൻ്റെ ഭർത്താവിനും അവരുടെ പാരൻസിനും പരസ്പരം സ്നേഹിക്കാൻ അറിയില്ല, പ്രത്യേകിച്ച് ഉമ്മാക്ക്. ഉമ്മയും മോനും അധികം ചോദ്യവും ബഹളവുമാണ്, ദേഷ്യക്കാരാണ് രണ്ടാളും. ഞാൻ രണ്ടുപേരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ രണ്ടാളും പറഞ്ഞത് നിൻ്റെ പണിയെടുത്തോ, അവരുടെ കാര്യം നോക്കണ്ടെന്നാണ്, അതോ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്നുള്ള രൂപത്തിൽ. ഞാൻ പിന്നെ ഒന്നും പറയാറില്ല, എല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യും. അവർക്ക് പരസ്പരം സ്നേഹം ഉണ്ടാകട്ടെ എന്ന് 12 വർഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത്രയും 12 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് നല്ല കൊടുക്കണമെന്നുള്ളത്. ഭർത്താവ് ഗൾഫിൽ നിന്നും വരുമ്പോൾ ആദ്യ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ കലഹങ്ങളാണ്, വേറെ വേറെ വെക്കലും തിന്നലുമായി. എന്നോട് ഭർത്താവ് ദേഷ്യത്തിൽ തന്നെയാണ്, ഞാൻ ഫുള്ള് ക്ഷമിക്കും. അതുകൊണ്ട് ഉമ്മയോട് ഉള്ള അത്ര എന്നോട് ദേഷ്യം കാണിക്കാറില്ല. ഇപ്പോൾ അവർ ഞങ്ങളോട് വേറെ താമസം അഥവാ വീട് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ക്വാർട്ടേഴ്സ് കെട്ടി അവിടെയാണ് താമസം. ഞാനും പാരൻസും തമ്മിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോകലുണ്ട്, അവിടെ കൂടാറൊക്കെ ഉണ്ട്. പക്ഷെ ഭർത്താവ് ഇപ്പോൾ അവരെ കോൾ ചെയ്യുക ഒന്നുമില്ല. ഞങ്ങൾ വേറെ കൂടിയതിൽ പിന്നെ പ്രശ്നം മറ്റൊന്നായി. മൂത്ത മോൾക്ക് ഈ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഒരു കുറച്ചിലായിട്ട് തോന്നണം. അത് ക്വാർട്ടേഴ്സിൽ ചെറിയൊരു വീടാണെന്നുള്ള രൂപത്തിലാണ് മൂത്ത മോൾക്കുള്ളത്. അവൾ അത് പല രീതിയിൽ എന്നോട് ദേഷ്യം തീർക്കും, എന്നെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കും. ഞാൻ ഒരുപാട് ആ വിഷയത്തിൽ കരഞ്ഞു. ഉമ്മ പറയും ഭർത്താവും അഥവാ ഈ ഉമ്മൻ്റെ മോനും ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു എന്ന്. എനിക്ക് പേടിയാകുന്നു, ഉപ്പയെ പോലെ തന്നെ മോളും ആകുമോ എന്നുള്ള പേടിയാണ്. അവൾ 8ാം ക്ലാസ്സിലാണ്. അവളോട് പണിയെടുക്കാൻ പറഞ്ഞാലൊക്കെ ദേഷ്യമാണ്, പഠിക്കാനും മടിയാണ്. അവളും ഉപ്പയും തമ്മിൽ ഒരു സ്നേഹവുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 2 നിലക്കുള്ള പ്രശ്നങ്ങളാണ് ഈ സഹോദരി ഒരു ചോദ്യത്തിൽ. മോളെ ഞാൻ എങ്ങനെയാണ് വളർത്തേണ്ടത്? എന്തായാലും നമ്മുടെ സഹോദരിമാരുടെയൊക്കെ ടെൻഷൻ നമ്മൾ എടുത്തു നോക്കിയാൽ ഇതേപോലുള്ള ടെൻഷനുകളാണ് അധികം. കാരണം അവരെ കൊണ്ട് പലപ്പോഴും പറ്റാത്ത പല കാര്യങ്ങളെയും കുറിച്ച് അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അവരിങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതത്തിലാവുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദേഷ്യവും ബഹളവും ഫൈറ്റും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിത്വ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഷോർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹം മാതാപിതാക്കളോട് വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നു. സ്വാഭാവികമായിട്ടും മാതാപിതാക്കളും ദേഷ്യപ്പെട്ട് പെരുമാറുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ പ്രതികരണത്തിനനുസരിച്ചല്ലേ തിരിച്ച് പ്രതികരണം ഉണ്ടാവുക. അതേപോലെ ഭാര്യയോടും അദ്ദേഹം എന്താണ് വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നുണ്ട്. അത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷമിക്കുന്നുണ്ട്. അപ്പോൾ അവളത് ക്ഷമിക്കുന്നത് കൊണ്ട് അവൾക്കും അയാൾക്കും തമ്മിൽ എന്തില്ല, വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ അയാളെ പ്രസവിച്ച് വളർത്തിയ മാതാപിതാക്കൾ അത് ക്ഷമിക്കൂലല്ലോ. അവർ ഞങ്ങൾ മാതാപിതാക്കളല്ലേ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, അവരധികാരത്തോടു കൂടെ പ്രതികരിക്കും. അപ്പോൾ അവിടെ ബഹളങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ പ്രശ്നമാണ് ഈ കലാപങ്ങൾക്ക് കാരണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാം. എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ദേഷ്യത്തിനൊരു പരിഹാരം ഉണ്ടാകുമ്പോഴേ അവിടെ പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഇവർക്ക് എത്രമാത്രം കഴിയുമെന്ന് നമുക്കറിയില്ല. ഇവരിപ്പോൾ അവരെ ഉപദേശിക്കാൻ വേണ്ടി പോയാൽ എൻ്റെ അടുത്ത് തെറ്റുന്നേ നീ കാണുള്ളൂ, ഉപ്പിമ്മയും പറയണമെന്ന് നീ കാണൂല എന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഇതിൽ ഇടപെടാൻ ഭയങ്കര പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഇയാളുടെ പാരൻസുമായി നല്ല ബന്ധമാണെന്ന് പറയണുണ്ട്. അപ്പോൾ അത് സാധ്യമായത് എന്തുകൊണ്ടാണ്? അവരുടെ പാരൻസ് പെരുമാറാൻ കൊള്ളാത്ത ആളുകളാണെങ്കിൽ ഇയാളെക്കാളും ബുദ്ധിമുട്ട് ഇവൾക്കാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് അവർ ബേസിക്കലി എന്താണ്, മോശം ആൾക്കാരല്ല എന്നാണ് നമുക്കൊക്കെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ ഗവേഷണം ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണിത്. അപ്പം അദ്ദേഹം സ്വഭാവപരമായി വലിയൊരു മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു തെറ്റിദ്ധാരണയാണ്, എന്ത് ഭർത്താവ് ഇങ്ങനത്തെ ആളാവണോണ്ട് മക്കൾ അങ്ങനെയാണ്. ഈ ഭർത്താവ് അങ്ങനത്തെ ആളായത് കൊണ്ടല്ല മക്കളാവണത്. എപ്പോഴും ഒരു മോഡലായിട്ട് കിട്ടേണ്ടത് പാരൻസ് അല്ലേ. ഇപ്പം പാരൻസിന് എങ്ങനെ നല്ലൊരു പെരുമാറാം എന്ന മോഡൽ കുട്ടികൾക്ക് കിട്ടാതിരിക്കുകയും ഒരു തെറ്റായ ഒരു മോഡൽ കിട്ടുകയും ചെയ്യുമ്പോൾ കുട്ടികൾ അതിനെ അനുകരിക്കുമ്പോഴാണ് വാപ്പയെ പോലെ മക്കളാവുന്നത്, ഉമ്മയെ. അപ്പോൾ ഇവിടെ ഉമ്മ ഉണ്ടല്ലോ, അപ്പോൾ ഇതിലെ തെറ്റും ശരികളും ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഒരിക്കലും ഇദ്ദേഹത്തിന് തെറ്റായ പെരുമാറ്റ രീതികളെ കുട്ടികൾ എന്ത് ചെയ്യൂല, അനുകരിക്കില്ല. അങ്ങനെ കുട്ടികളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യമാകും തന്നെ മനസ്സിലാക്കണത്. അപ്പം അതത്രേ ഉള്ളൂ. അതല്ലാതെ ഇയാൾ ഇങ്ങനെ ആവുന്നതുകൊണ്ട് മക്കളൊക്കെ അങ്ങനെ ആവും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ചോദ്യത്തിൽ എനിക്ക് ഒന്ന് ഇടപെട്ടിട്ട് ചോദിക്കണം. ഇപ്പോൾ ഈ ഒരു കുട്ടി ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറി
ഒരു ക്വാർട്ടേഴ്സിലാണ്. അത് ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു ന്യൂജൻ കുട്ടികൾ ഒരു ചെറിയ നിസ്സാരമായൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറിയ ഹോട്ടലിൽ പോകാൻ പോലും സന്നദ്ധരാവണില്ല എന്നൊരു വലിയ പ്രശ്നമാണ്. അതിനെയും കൂടെ നമ്മൾ ഒരു ചോദ്യം അതെന്തുള്ളൂ വെച്ചാൽ നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സാമ്പത്തിക നില നോക്കാതെ തന്നെ രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ അധ്യാപന നിലയ്ക്ക് ഇപ്പോൾ കുട്ടികൾ സ്കൂൾ വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ മൊബൈൽ നോക്കിയാൽ, പേന നോക്കിയാൽ, പുസ്തകം നോക്കിയാൽ, ബാഗ് നോക്കിയാൽ, പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു? ഞാനൊരു പാവപ്പെട്ട ആളാണ്, എനിക്ക് ബാഗ് ഉണ്ടാവില്ല, ഞാൻ എൻ്റെ പുസ്തകത്തിൽ റബ്ബർ ഇട്ടിട്ട് കൊണ്ടുവരും, എന്നാൽ മറ്റുള്ള ബാഗ് ഉണ്ടാവും. മനസ്സിലായില്ലേ? എനിക്കൊരു ഡ്രസ്സേ ഉണ്ടാവുള്ളൂ, ഞാനത് മാറി മാറി ഇട്ടിട്ട് വരും, അത് കീറിയാൽ തുന്നി വരും. എന്നാൽ പണമുള്ളവരാണെങ്കിൽ ഓൽക്കെന്നും പുതിയ പുതിയ ഡ്രസ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ജീവിച്ചിരുന്നത് നമ്മുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കും. ചോറ് വെക്കാത്ത വീടുകൾ ഉണ്ടാവും, എന്നും കഞ്ഞി കുടിക്കണേ. മനസ്സിലായി? അവരൊരിക്കലും മറ്റുള്ള വീട്ടിലൊക്കെ ചോറുള്ളതുകൊണ്ട് എൻ്റെ മക്കളും ചോറ് കഴിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടില്ല. അവർ നമുക്ക് ചോറ് കഴിക്കാൻ ഗതിയില്ല എന്നാണ്. ഇന്ന് അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വിശേഷപ്പെട്ട ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലിലെ ഏറ്റവും നല്ലൊരു പുതിയ വിഭവത്തെക്കുറിച്ച് ക്ലാസ്സിൽ നിന്ന് ഇത് ബ്രോസ്റ്റ് കഴിച്ചവർ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ബ്രോസ്റ്റ് കഴിക്കാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ എൻ്റെ സാമ്പത്തിക നില എന്തുമാവട്ടെ, എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, എല്ലാവരും ജീവിക്കും പോലെ ജീവിക്കണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആരെത്തി? രക്ഷിതാക്കൾ എത്തി. നല്ലതന്നെ. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ മുന്നിൽ കാണുന്ന ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല സൗകര്യത്തിലാണ് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ അതിനെപ്പറ്റി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ളതിനനുസരിച്ച് ജീവിച്ചും ഉള്ള അവസ്ഥയെ കുട്ടികളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകലാണ് നമുക്ക് നല്ലത്. ഇന്ന് ചോദിക്കുന്നത് കൊടുക്കാൻ പറ്റിയേക്കും, നാളെ ചോദിക്കുന്നത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയേക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വാടക വീട്ടിലേക്ക് മാറുന്നതിൻ്റെ അനിവാര്യത ആ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇവിടെ ജീവിച്ചാലും നമുക്കൊരു സമാധാന ജീവിതം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ ആ കുട്ടികൾ അതിനോട് ഇണങ്ങാൻ സാധ്യതയുണ്ട്.